ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് വെയർ ചെയ്തേക്കുന്നത് സാരിയാണ്. ഓണമല്ലേ, അപ്പം ഓണ പ്രോഗ്രാമിന് പോവാണ് ഞാൻ. ആൻഡ് ഞാൻ ഇട്ടേക്കുന്നത് ഒരു സാരിയും എൻ്റെ ധാവണിയുടെ ബ്ലൗസുമാണ്. ഉമ്മിയുടെ സാരിയാണ്. ആൻഡ് സോ നമുക്ക് ഫെയർനെസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ആക്കാറ്. സ്പെഷ്യലായിട്ട് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ സെപ്പറേറ്റ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ എല്ലാം ഉള്ളതുകൊണ്ട് ഈ ഒരു ഒറ്റ ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ നെക്കിലും നല്ലപോലെ ഇടുന്നുണ്ട്. നമ്മുടെ ഫേസ് ഫുള്ള് കവറാക്കിയാണ് ഞാൻ ഇടുന്നത്. കാരണം നമുക്ക് ബാക്കി ഇടുമ്പോഴത്തേക്കും അതൊന്ന് സെറ്റായി അവിടെ നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിടുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ക്രീമാണ്. അത് കഴിഞ്ഞ് ഞാനിതാ ഷുഗർ പോപ്പിൻ്റെ ലിപ് ബാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കളറുള്ളതാണ് കേട്ടോ, കളറില്ലാത്തതല്ല. ഇത് കളറുള്ള ലിപ് ബാമാണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് പോൺസിൻ്റെ BB ക്രീമാണ്. ഇതെൻ്റേത് തീർന്നിട്ടില്ല. എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഇത് ഞാൻ എത്രത്തോളം ഞാൻ യൂസ് ആക്കുന്നതാണെന്ന്. ആൻഡ് ഇപ്പോൾ കുറേ നാളായി ഞാൻ യൂസ് ചെയ്തിട്ട്. ആൻഡ് അതുകൊണ്ട് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഫേസ് ഫുള്ളിട്ട് അണ്ടർ ഐയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോസിൻ്റെ ഭാഗത്ത് ഹൈലൈറ്റ് ആയിട്ടൊക്കെ നിൽക്കും. ഇത് ഫുൾ കവറേജാണ്. നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ഐറ്റമാണ്. അങ്ങനെ അതും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കഴുത്തിലൊക്കെ ഞാൻ നല്ലപോലെ ഇട്ടു. ആൻഡ് മുഖത്തും കഴുത്തും ഇല്ലെങ്കിൽ പിന്നെ വേറെ വേറെ ആയിപ്പോവും. സോ ഞാൻ നെക്കിലും കൂടെ അപ്ലൈ ചെയ്തു. നമ്മൾ നല്ലപോലെ ബ്ലെൻഡാക്കി. ഇത് നല്ല ശരിക്കും ബ്ലെൻഡാക്കണം, അല്ലെങ്കിൽ ഇതാവത്തില്ല. ആൻഡ് അടുത്തത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐ ഷാഡോ ആണ്. അപ്പം സുന്ദരിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഐ ഷാഡോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഐ ഷാഡോയിലെ ന്യൂഡ് ഷെയ്ഡും അതിൻ്റെ ഒപ്പം തന്നെ ഷിമ്മറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതും കഴിഞ്ഞ് ഞാൻ ഐലൈനറും എഴുതിയിട്ടാണ് വന്നത്. ഈ ക്യാമറയിൽ നോക്കി ഐലൈനറൊക്കെ എഴുതാൻ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഐ ഷാഡോ ഇട്ട പുറകെ തന്നെ ഐലൈനറും ഇട്ട്. ഇതായി നമ്മൾ അടുത്തത് പോകുന്നത് ലിപ്സ്റ്റിക്കിലേക്കാണ്. ആൻഡ് ഇതും വന്നിട്ടൊരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ്. കളർ എസൻസിൻ്റെ ആണ് കേട്ടോ. അതിൻ്റെ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡോ അതൊന്നും വേറെ മിക്സിങ്ങോ ഒന്നുമില്ല. ഇത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് ബ്ലഷാണ്. ഇത് പിങ്ക് കളർ ഹൈലൈറ്ററും കൂടെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറും ഹൈലൈറ്റും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു ബ്ലഷാണ് ഇത് വന്നിട്ട്. ആൻഡ് ഇത് ഞാൻ അനിയത്തിയെ സ്കൂളിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ നിന്ന് എന്തോ ഒരു പിഴവ് പറ്റി, എന്തോ സംഭവിച്ചു പോയി. അടപ്പ് എന്തോ ഇതായി. അതൊന്ന് ഇച്ചിരി ചളിങ്ങിയ പോലെ ഇരിക്കുകയാണ്. അതിന് കുഴപ്പമില്ല, പക്ഷേ നല്ല സാധനമാണ്. എനിക്കിഷ്ടമാണ്. കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. ഭയങ്കര ഹൈലൈറ്റും ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ ഫേസ് മേക്കപ്പ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്പ്രേയും കൂടെ അടിച്ചു ഞാൻ. ഫേസിലല്ല, ബോഡിയിലാണ് ഞാൻ അടിച്ചത്. ആൻഡ് ഇതും എൻ്റെ ഫേവറേറ്റാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ആൻഡ് അങ്ങനെ എല്ലാം കഴിയാറായി മേക്കപ്പ്. ആൻഡ് ഞാൻ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടേക്ക് നല്ലപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണ്. ആൻഡ് ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വേറെ ആക്സസറീസ് എന്ന് പറയാൻ വേണ്ടി കുപ്പികളെയാണ് ഇട്ട് കൊടുത്തത്. ഗ്രീൻ കളർ കുപ്പികൾ ഇട്ട് കൊടുത്തു. മാല കമ്പതൊന്നും ഞാൻ ഇട്ടില്ല വേറെ. ആൻഡ് അതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വേറെ ഒന്നും ഇട്ടില്ല. ഹീൽസൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മേക്കപ്പ് ആണെങ്കിലും ഹെയർ ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചതില്ല. അപ്പം എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.